വീര്യം കുറഞ്ഞ മദ്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ആരോപണം ഘടിപ്പിച്ചതും മുഖ്യമന്ത്രിയുടെ മറുപടി വീര്യം കുറഞ്ഞ മദ്യമേ വന്നത് LDF കാലത്താണ് എന്ന മറുപടി അടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പിന്നോട്ടില്ല എന്നത് വ്യക്തമാകുന്നു. ധനബില്ലിൽ നികുതി ഘടന പിൻവലിക്കുന്നില്ല. കരട് ഗസറ്റിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചു കരട് ഗസറ്റ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, മദ്യനികുതിയിൽ ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉണ്ടായിരുന്നില്ല സംസ്ഥാനത്ത്. ആദ്യമായി നികുതി ഫിക്സ് ചെയ്യുകയായിരുന്നു. ആ നികുതി അത് പോരാ, അത് കമ്പനികൾക്ക് വേണ്ടിയാണ് എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. അക്കാര്യത്തിൽ പിന്നോട്ടില്ല എന്ന് സഭയിൽ തന്നെ ഇപ്പോൾ UDF-ഉം പാർട്ടിയും അംഗീകരിച്ചാൽ നികുതി ഇതായിരിക്കും, അത് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അക്കാര്യം അതേപടി മാറ്റമില്ലാതെ വരികയാണ് ഇപ്പോൾ ഗസറ്റിലും. നിലപാടിൽ പിന്നോട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് VD സതീശനും സർക്കാരും. എന്തായാലും നിലവിൽ ഇതിൻ്റെ ഒരു കരട് വിജ്ഞാപനമായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ കൃത്യമായി തന്നെ കാര്യം പറയുന്നു. ഈ നികുതി ഘടന സംബന്ധിച്ച് അതിൽ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് 1-ാം തീയതി ഇത് പരിഗണനയ്ക്കെത്തും. ആ പരിഗണനയ്ക്കെത്തി ഇത് അംഗീകരിച്ചാൽ, സഭ ഇത് പാസ്സാക്കിയിട്ടുണ്ട് എങ്കിൽ, പാസ്സാക്കിയാലും ഇത് നടപ്പാക്കണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം പാർട്ടിയും മുന്നണിയും തീരുമാനിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നതാണ്. അതിനാൽ ആ കാര്യത്തിൽ തീരുമാനമൊക്കെ പിന്നീടുണ്ടാകും െങ്കിൽ കൂടി എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാട് പ്രഖ്യാപിക്കുകയാണ് VD സതീശൻ. അതിനാൽ തന്നെയാണ് ഇതിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ല എങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഇത് വിജ്ഞാപനമായി പുറത്തിറക്കേണ്ടതോ അല്ലെങ്കിൽ ഈ ബില്ലിൽ ഇത് ഉൾപ്പെടുത്തി ഇത് സഭയ്ക്ക് മുന്നിലേക്ക് എത്തിക്കേണ്ടതായ കാര്യമോ ഉണ്ടായിരുന്നില്ല. ഇതിൽ UDF-ലും മുന്നണിയിലും ഒരു തീരുമാനം എടുത്ത ശേഷം പിന്നീട് ബാക്കി ചർച്ചകൾ അല്ലെങ്കിൽ ബാക്കി തീരുമാനം എന്നുള്ള നിലയിലേക്ക് പോയാൽ മതിയായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്ത് ഇത് ബില്ലിൽ തന്നെ ഉൾപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും വിവിധ മതസാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണങ്ങളും അതോടൊപ്പം തന്നെ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണങ്ങളും എല്ലാം പരിശോധിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും പിന്തുണ തനിക്കുണ്ട് എന്ന് VD സതീശൻ ഉറപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ലീഗ് അടക്കമുള്ള ആളുകളും സമസ്തയടക്കമുള്ള ന്യൂനപക്ഷ സംഘടനകളുമൊന്നും ഈ വിഷയത്തിൽ ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള വിമർശനം ഉന്നയിക്കുന്നില്ല. അത് മദ്യം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചുള്ള കാര്യമാണ്. തങ്ങൾക്ക് ആ വിഷയത്തിൽ കൂടുതൽ പറയാനില്ല എന്ന് സമസ്ത പറയുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളൊന്നും ഇതിനെ തള്ളിപ്പറയുന്നില്ല എന്നുള്ളൊരു വിഷയം അവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ ഒരു പിന്തുണ ഈ വിഷയത്തിൽ VD സതീശൻ ഉണ്ട് എന്നുള്ളത് കൂടി സതീശൻ ഉറപ്പിക്കുന്നുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് VM സുധീരൻ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് വിമർശനം ഉയരുന്നുണ്ട് എങ്കിൽ കൂടി കാര്യങ്ങൾ കൃത്യമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഇത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്നുള്ള ഒരു കാര്യം അവതരിപ്പിക്കാമെന്നുള്ളത് തന്നെയാണ് സതീശൻ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബില്ലിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ സഭയുടെ മുന്നിലേക്ക് ഇക്കാര്യം വീര്യം കുറഞ്ഞ മദ്യത്തിൽ അക്കാര്യത്തിൽ വിൽക്കണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുക പാർട്ടിയും മുന്നണിയുമായിരിക്കും. പക്ഷേ അങ്ങനെ വിൽക്കാൻ തീരുമാനിച്ചാൽ ഇതായിരിക്കും നികുതി ഘടന എന്നത് ബജറ്റിന്റെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതിന്റെ തുടർച്ചയുള്ള സാങ്കേതികമായ നടപടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കരട് ഗസറ്റിൽ അതുമായി ബന്ധപ്പെട്ട് ഈ ബജറ്റിലെ നികുതി ഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ ഔദ്യോഗികമായ രേഖകൾ അത് സർക്കാർ തലത്തിൽ അംഗീകരിച്ച് പുറത്തുവരേണ്ടതുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ ഗസറ്റിൽ അവ പ്രസിദ്ധീകരിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അത് വീണ്ടും ഇടം പിടിച്ചു എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ അമലും റിപ്പോർട്ട് ചെയ്യുന്നത്. അമൽ, ഇനി UDF-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ തീരുമാനം ഏത് തരത്തിലായിരിക്കും? ഇപ്പോൾ LDF-ന്റെ കാലത്താണ് വീര്യം കുറഞ്ഞ മദ്യം എന്നത് വന്നത്. അന്ന് എക്സൈസ് മന്ത്രി MV ഗോവിന്ദനായിരുന്നു. പിന്നീട് മദ്യനയത്തിൽ തന്നെ മാറ്റം വരുത്തിയതും കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ചൂണ്ടിക്കാണിച്ച് മാറ്റം വരുത്തിയതും LDF-ന്റെ കാലത്താണ്. നിലവിൽ നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. പക്ഷേ നികുതി ഉണ്ടായിരുന്ന നികുതി ഫിക്സ് ചെയ്യലാണ് താൻ ചെയ്തത് എന്ന് VD സതീശൻ പറയുമ്പോഴും അക്കാര്യത്തിൽ എന്തായിരിക്കും പാർട്ടിയിലും മുന്നണിയിലും സംഭവിക്കുക? അമൽ, VD സതീശൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സർക്കാർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട നേരത്തെ എടുത്ത തീരുമാനം, ബജറ്റ് പ്രസംഗത്തിലെ തീരുമാനം, പ്രഖ്യാപനം, ആ പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുകയാണ്. UDF-ലും കോൺഗ്രസിലും എന്ത് സംഭവിക്കുമെന്നാണ് അമൽ ഇനി? UDF-ലും കോൺഗ്രസിലും ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായ ഐക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ LDF-ന്റെ വിമർശനം ഉയരുന്നത് പോലെ ഇത് UDF സർക്കാരിൻ്റെ കാലത്ത് മാത്രം പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി ബെക്കാഡി കമ്പനി നൽകിയ അപേക്ഷ അടക്കമുള്ളവ പുറത്തേക്ക് വന്നതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളും മറ്റുമൊക്കെ നടന്നിരുന്നു. ആ കാര്യത്തിൽ മദ്യം വിൽക്കാനുള്ള ഒരു പ്രാഥമിക തീരുമാനത്തിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ കൂടി അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുമ്പോൾ അതിന് എത്ര ശതമാനം നികുതി ഈടാക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. MV ഗോവിന്ദൻ്റെ കാലത്താണ് അത്തരത്തിൽ അതിൻ്റെ ഈ നികുതി ഈടാക്കുന്നത് ഒഴികെയുള്ള മറ്റ് തീരുമാനങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ രൂക്ഷമായ വിമർശനം LDF-ന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉയരുകയാണ്. വലിയ ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിൻ്റെ മറവിൽ വലിയ അഴിമതി നടക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്ന വിമർശനം. അതോടൊപ്പം തന്നെ UDF-ൽ നിന്ന് തന്നെ ഈ വിഷയത്തിൽ ചില എതിർപ്പുകൾ ഉയരുന്നു. പ്രത്യേകിച്ചും VM സുധീരനാണ് ഇതിൽ ശക്തമായ എതിർപ്പുമായി രംഗത്തുള്ളത്.
വീര്യം കുറഞ്ഞ മദ്യമാണ് എങ്കിലും അത് വിൽക്കാൻ അനുവദിക്കരുത്, അത് കേരളത്തിലെ ആളുകൾക്കിടയിലുള്ള മദ്യാസക്തി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് VM സുധീരൻ ഈ വിഷയത്തിൽ പറഞ്ഞു വെക്കുന്നതിനാൽ അത്തരത്തിലൊരു തീരുമാനമുണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ അത് പുനഃപരിശോധിക്കണം. ഒരു തീരുമാനമായി ഇത് നടപ്പാക്കരുത്, ബജറ്റിൽ ഒരു പ്രഖ്യാപനമുണ്ടെങ്കിൽ കൂടി അത് പിൻവലിക്കണം എന്നുള്ളതാണ് VM സുധീരൻ പറയുന്നത്. പക്ഷേ അതിന് എത്രത്തോളം VD സതീശൻ വഴങ്ങുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം മുതിർന്ന പല പ്രധാനപ്പെട്ട നേതാക്കളുടെയും പൂർണ്ണമായ പിന്തുണ ഈ വിഷയത്തിൽ VD സതീശനുണ്ട്. മുന്നണിയിൽ നിന്നും ഭൂരിഭാഗം വരുന്ന നേതാക്കന്മാരുടെ പിന്തുണയും മുന്നണിയിലെ വന്നപ്പോഴും ബജറ്റ് ചർച്ചയിലെ മറുപടിയിൽ തന്റെ ഭാഗം ക്ലാരിഫൈ ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നത് നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിൽ കോൺഗ്രസിൽ വലിയ എതിർപ്പുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇനി കുറെ കൂടി വ്യക്തത ഉണ്ടാകേണ്ടത്. അതേസമയം തന്നെ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം VD സതീശനെതിരായ നീക്കങ്ങൾ പലയിടത്തും പാർട്ടിക്കുള്ളിൽ തന്നെ തലപ്പൊക്കുന്നതും കണ്ടത്. ആ സാഹചര്യത്തിലൊക്കെ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സാധ്യതയും ഒക്കെ അവിടെ അവശേഷിക്കുന്നുമുണ്ട്.